അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കോറാണ്. കണ്ടാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നിയെങ്കിലും ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ തന്നെ വീട്ടിൽ കിട്ടുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ യൂസ് ചെയ്ത് നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാം. നമ്മളിവിടെ ആകെ എടുക്കുന്നത് ഒരു കാർഡ്ബോർഡും കുറച്ച് ഗമ്മും പിന്നെ അതുപോലെ ബ്ലാക്ക് A4 ഷീറ്റുമാണ്. അല്ലെങ്കിൽ സാധാരണ A4 ഷീറ്റിൽ ബ്ലാക്ക് കളർ ചെയ്താലും മതി. അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ റൂമിൻ്റെ തീം അനുസരിച്ച് നിങ്ങൾക്ക് കളേഴ്സ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ. നമ്മൾ കാർഡ്ബോർഡ് എടുക്കുന്നു, ഒരു 10 സെൻറ്റിമീറ്റർ കോമ്പസിൽ അടയാളപ്പെടുത്തി നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. അങ്ങനെ വലിയ ഒരു സർക്കിളും ചെറിയ ഒരു 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് വേറൊരു സർക്കിളും കൂടെ വരയ്ക്കണം. ഇവിടെ ആക്ച്വലി ഞാൻ 3 സർക്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഒരു വലുതും നേരെ ചെറുതും അതിൻ്റെ ചെറുതും. ശരിക്കും ഏറ്റവും വലുതും പിന്നെ അതേപോലെ അതിൻ്റെ ഏറ്റവും ചെറുതും മാത്രം എടുത്താൽ മതി. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് സർക്കിൾ വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പുറത്തു കൂടെ മാത്രമല്ല, നമ്മൾ ഇത് നടുക്ക് വേറെ ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഇന്നർ പാർട്ട് കൂടെ നമ്മൾ കളയുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ അതിൻ്റെ ഇന്നർ പാർട്ടിൽ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഒരു സർക്കിളും കൂടെ വരച്ചിട്ട് നമ്മൾ ആ ഭാഗം കളയുന്നുണ്ട്. നടുക്കത്തെ സർക്കിളിന് ഞാൻ ടെക്സ്ചർ ആർട്ടാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് പേപ്പർ എടുത്തു, അതൊന്ന് ക്രഷ് ചെയ്തു. പിന്നെ എല്ലാവർക്കും അറിയാലോ, അതിലേക്ക് കുറച്ച് ഗമ്മും പിന്നെ അതുപോലെ ഞാനിവിടെ ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഒരു ബ്ലാക്ക് കളർ മാത്രം കൊടുത്താൽ മതിയാവും. ടെക്സ്ചർ ആർട്ട് ചെയ്താൽ കുറച്ചുകൂടിയും ഒരു ഭംഗിയായിരിക്കും, ഒരു 3D എഫക്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ടെക്സ്ചർ ആർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ കുറച്ച് ഗമ്മൊക്കെ അപ്ലൈ ചെയ്ത് ആ ബേസിൽ നമ്മൾ ടെക്സ്ചർ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ടെക്സ്ചർ ആർട്ട് ചെയ്യുന്നത് ചെറിയ റിങ്ങിനും അതേപോലെ പെയിൻറ്റ് ചെയ്യുന്നത് വലിയ റിങ്ങിനുമാണ്. സെൻറ്ററിൽ തന്നെ ഈ ടെക്സ്ചർ ആർട്ട് വന്നത് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. എൻ്റെ ചാനലിൽ ഇതുവരെ ഞാൻ ടെക്സ്ചർ ആർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മൾ ഇനിയും ഒരുപാട് ടെക്സ്ചർ ആർട്ട് കൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഏകദേശം കംപ്ലീറ്റഡ് ആണ്. ഇനി നമുക്ക് വലിയ റിങ് പെയിൻറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് നമ്മൾ ജസ്റ്റ് ആ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുന്നതാണ്, റീചെക്ക് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ ഒരുപാട് സമയം എടുത്താണ് ഇത് ചെയ്തത്. 2-3 ദിവസമൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. ഇതത്ര സമയം എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് എനിക്ക് മെല്ലെ മെല്ലെയാണ് തീർക്കാൻ പറ്റിയത്. ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് 3 റിങ് ഫസ്റ്റ് എടുത്തിട്ടുള്ളതെന്ന്. എൻ്റെ മൈൻഡിൽ വേറൊരു ഐഡിയ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ചെയ്യാൻ കുറച്ച് പാടായതുകൊണ്ടും അതേപോലെ അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടും ഞാൻ ഇതിലേക്ക് മാറിയതാണ്. അപ്പോൾ നമ്മുടെ വലിയ റിങ് ഇവിടെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഗ്ലൂ ഗണ്ണിൻ്റെ ആവശ്യമില്ല, ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടും നമുക്കിത് ഒട്ടിച്ച് കിട്ടുന്നതാണ്. ഇനി കുറച്ച് ബ്ലാക്ക് പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചാലും മതി. പിന്നെ കുറച്ച് കമ്പ് എടുക്കുക. നമ്മൾ ബ്ലാക്ക് പേപ്പർ വെച്ച് കുറച്ച് ഹാർട്ടും അതേപോലെ കുറച്ച് റൗണ്ട്സും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള കമ്പ് ഒന്ന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒട്ടിച്ച് വെച്ചിട്ടുള്ള 2 റിങ്ങും കൂടെ ഒന്ന് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളുടെ ഈ കമ്പ് ഓരോന്നായിട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. എല്ലാം കറക്റ്റ് ഗ്യാപ്പിൽ ഒട്ടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം 4 എണ്ണം 4 സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് ബാക്കി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് 16 എണ്ണം ഞാൻ ചുറ്റിനും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്, അതും ഒരേ ഗ്യാപ്പിൽ. ഇനി നമുക്ക് വേണ്ടത് ഹാർട്ടും അതേപോലെ സർക്കിൾസും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹാർട്ടിൻ്റെ നടുക്ക് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം റൗണ്ടും ഈ ഹാർട്ടിൻ്റെ മുകളിൽ വരുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ കാണുന്ന കമ്പിന് മുകളിൽ മൊത്തം നമ്മൾ ഈ പരിപാടി റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു അടിപൊളി ഔട്ട്ലുക്ക് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഇതെത്ര സിമ്പിളാണ് ചെയ്യാനെന്ന്. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ വാൾ ഡെക്കോർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. താങ്ക്